ഗൂഗിൾ നമുക്ക് നൽകുന്ന 15 GB ഫ്രീ സ്റ്റോറേജ് ഇത് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്നു എന്ന് പല ആളുകളും പരാതി പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. 3 രൂപത്തിലാണ് ഈ ഒരു സ്റ്റോറേജ് ഫുള്ളായി പോകുന്നത്. അതായത് ഗൂഗിൾ ജിമെയിൽ വഴി, ഗൂഗിൾ ഡ്രൈവ് വഴി, ഗൂഗിൾ ഫോട്ടോസ് വഴി. ഇതിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് മാറുന്നത് ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ്. ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ അതേ സമയം തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ആകുകയും 15 GB സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോവുകയും ചെയ്യും. ഇനി ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫയലുകൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ ആ ഫയലുകൾ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 15 GB സ്റ്റോറേജ് ഫുള്ളായി പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെ നമുക്ക് കുറച്ചുകൂടി സ്റ്റോറേജ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു പ്രശ്നം നേരിടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ മൊബൈലിൽ ഏറ്റവും മുകളിൽ ബാക്കപ്പ് ഈസ് ഓഫ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഇത് ഓൺ ആണെങ്കിൽ ഇവിടെ തന്നെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മൊബൈലിൻ്റെ ആ ഒരു അക്കൗണ്ട് സ്റ്റോറേജ് ഫുള്ളൊന്നും ആയിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ എന്നിട്ടും ഞാൻ ഈ ഒരു ബാക്കപ്പ്, ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓഫ് ചെയ്ത് വെച്ചത്, അതായത് നമ്മൾ മൊബൈൽ എടുക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് അതേസമയം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആകും. പിന്നെ ഉടനെ തന്നെ 15 GB സ്റ്റോറേജ് ഫുള്ളാകുകയും ചെയ്യും. അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക photos.google.com. ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ്. ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ആ ഒരു സൈറ്റ് വന്നിട്ടുണ്ടാകും. ഓക്കെ, താഴെ ഒരുപാട് സൈറ്റുകളുണ്ട്, അതൊന്നും ഓപ്പൺ ചെയ്യരുത്. ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഈ ഒരു സൈറ്റ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഉടനെ തന്നെ ഓപ്പൺ ആകും. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുവശത്ത് മുകളിൽ ഒരു 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു 3 ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ ആ ഒരു പ്രൊഫൈൽ ഐക്കൺ തന്നെയാണോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കിവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നവും കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒറിജിനൽ ക്വാളിറ്റിയിലാണ് ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു സൈറ്റിൽ ഉണ്ടാകുക. അതുകൊണ്ടാണ് നിങ്ങൾ ഫോട്ടോസ്, വീഡിയോസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ആകുമ്പോൾ ആ ഒരു ഒറിജിനൽ ക്വാളിറ്റിയിൽ അപ്ലോഡ് ആകും. ഇവിടെ നിങ്ങൾ സ്റ്റോറേജ് സേവർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്ന ഭാഗം നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ആ സ്റ്റോറേജും സ്പേസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും ചെയ്യേണ്ട, കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്കവർ സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ ലേൺ മോർ എന്ന് ബ്ലൂ കളറിൽ എഴുതിയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലേൺ മോർ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫയലുകൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ അതൊന്ന് കംപ്രസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഫയലുകളൊക്കെ തന്നെ ഒന്ന് കംപ്രസ് ആയിട്ട് സൈസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഈ ഒരു ബ്ലൂ കളറിൽ, കംപ്രസ് എന്ന ഈ ഒരു ബ്ലൂ കളറിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം കുറച്ചധികം നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കിട്ടും. അതായത് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിൽ എത്രത്തോളം സ്പേസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫയലുകളൊന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കുറേ അധികം സ്പേസുകൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.